അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യിൻ ബഅദ. തഖുല്ലാഹ ഇബാദല്ലാഹ് റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ ഏറെ നന്മകൾ നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിൻ്റെ ഇനിയുള്ള സമയങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ, ആ റമളാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ റമളാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നാം ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറ ഫാത്തിറിലെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നഷ്ടം സംഭവിക്കാത്ത 3 കച്ചവടങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ റമളാനിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിക്ക് ആ 3 കച്ചവടവും കുറച്ചുകൂടി ലാഭകരമാക്കാൻ സാധിക്കുന്ന, കുറച്ചുകൂടി നിലനിർത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ബിസിനസ്സിനെ പറ്റിയും കച്ചവടത്തെ പറ്റിയുമൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും നഷ്ടം പറ്റാതിരിക്കുക എന്ന് ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്ന കച്ചവടവും ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത 3 കച്ചവടത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. അതിലൊന്നാമത്തത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്. അപ്പോൾ നഷ്ടം പറ്റാത്ത ഒരു കച്ചവടം എന്ന് പറയുന്നത് ഖുർആനുമായിട്ടുള്ള അടുപ്പമാണ്, ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്, ഖുർആനിൻ്റെ പാരായണമാണ്. രണ്ടാമത് പറയുന്നത് വ അഖാമുസ്സലാ, നമസ്കാരത്തെ പറ്റിയാണ്. മൂന്നാമതായി പറയുന്നത് വ അൻഫഖു മിമ്മാ റസഖനാഹും സിർറൻ വ അലാനിയ, അള്ളാഹു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നവരെ പറ്റി. യർജൂന തിജാറത്തൻ, അവരൊരു കച്ചവടത്തെ പ്രതീക്ഷിക്കുന്നു. ആ കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലൻ തബൂർ, അത് നഷ്ടം പറ്റാത്തതാണ്. നഷ്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത 3 കച്ചവടത്തെ പറ്റി ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഈ റമളാനിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ആ 3 കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റമളാനിനെ ആലോചിക്കാനും റമളാനിനെ കുറച്ചുകൂടി ആ ആരാധനകളിലേക്ക് കടന്നു വരാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമതായി ഖുർആൻ പറഞ്ഞത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്നവരെ പറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് പ്രായമാകുമ്പോൾ ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളും മറന്നു പോവുകയും എത്രയോ കാലം മുമ്പേ പഠിച്ചത് മറക്കുകയും പുതിയതൊന്നും പഠിക്കാൻ സാധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്നാണ് ഖുർആനിൻ്റെ പഠനത്തെപ്പറ്റി, പാരായണത്തെപ്പറ്റി നമ്മളൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ അങ്ങനെയുള്ള ഒന്നാണോ? നമ്മളിങ്ങനെ കടന്നു പോകുമ്പം അത് മറന്നു പോവുകയും പിന്നീട് പഠിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വേദഗ്രന്ഥമാണോ ഖുർആൻ? അല്ല.
വിശുദ്ധ ഖുർആനുമായി നമ്മൾ എത്രമാത്രം അടുക്കുകയും അടുപ്പം കാണിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം നമ്മളിലേക്ക് അടുക്കുന്ന ഒന്നാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഖുർആനിനെ അഭിമുഖീകരിക്കുമ്പോൾ, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ? ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്തായിരിക്കും? ലോകത്ത് ഏതൊരു ഭാഷയും ആദ്യം പഠിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ കേൾവിയാണ്, നന്നായി കേൾക്കുക എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പ്രവാചകനോട് വായിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അന ബിഖാരിഉൻ, ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായന അറിയില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത് എന്താണ്? അത് പ്രവാചകനെ കേൾപ്പിച്ചു. പ്രവാചകനെ പലതവണ അത് കേൾപ്പിച്ചു. അത് കേട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഏറ്റുപറയുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസി അത് നന്നായി കേൾക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഖുർആനിലെ 7-ാം അധ്യായം സൂറ അൽ അറാഫിലെ 204-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വഇദാ ഖുരിഅൽ ഖുർആനു, ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഖുർആനിന്റെ വചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ആ ഖുർആനിന്റെ ആയത്തിന് മുന്നിൽ ഇസ്തിമാഓടെ, ശ്രദ്ധയോടെ, ഗൗരവത്തോടെ അത് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കേട്ടാലോ വഅൻസിതു, ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ മൗനമുള്ളവരായിരിക്കുക, നിശബ്ദരായിരിക്കുക. അങ്ങനെ നിശബ്ദതയോടെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ ആളുകളിൽ ലഭിക്കുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായി നമ്മൾ അടുക്കുമ്പോൾ ഒന്നാമതായി ഖുർആനിൻ്റെ തിലാവത്ത്, പാരായണം, അത് നന്നായി കേൾക്കാൻ, ആ പാരായണം ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഖുർആനുമായി, ഖുർആനിൻ്റെ പഠനത്തിലേക്ക് അടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അറബിയിൽ ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടെ, ജാഗ്രതയോടെ കേൾക്കുന്നതിനാണ് ഇസ്തിമാ എന്ന് പറയുക. സാധാരണ നമ്മളൊക്കെ കേൾക്കുക എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന 2 പദങ്ങളുണ്ട്. ഏതാണ്? ഇയറിങ്, ലിസണിങ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ നമ്മൾ ഇവിടെ പള്ളിയിലിരിക്കുന്ന സമയത്ത് റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ വാഹനങ്ങളുടെ ശബ്ദത്തെ നമ്മൾ ശ്രദ്ധയോടെ, ഗൗരവത്തോടെയല്ല കേൾക്കാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഇയറിങ് എന്ന് പറയുക. എന്നാൽ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുവെങ്കിൽ അതിനാണ് ലിസണിങ് എന്ന് പറയുക. ശ്രദ്ധയോടെ, പഠിക്കാൻ താല്പര്യത്തോടെ ഒന്ന് കേൾക്കുന്നതിനാണ് ലിസണിങ് എന്ന് പറയുക. ഖുർആൻ ഉപയോഗിച്ചത് ഇസ്തിമാ ആണ്. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക എന്ന, അതിലെ ഓരോ വചനത്തെയും ആയത്തിനെയും പഠിക്കാനുള്ള താല്പര്യത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന്. അപ്പോൾ ഖുർആനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദേ, എനിക്ക് ഓതി തരണം, എൻ്റെ മുന്നിൽ താങ്കൾ പാരായണം ചെയ്യണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ ഓതി തരണോ? താങ്കൾക്ക് മുന്നിൽ ഞാൻ പാരായണം ചെയ്യണമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേൾക്കാൻ വേണ്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറ അൻ-നിസാ ഇങ്ങനെ അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു. അപ്പോൾ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഒന്നാമതായി അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് എന്താ? അത് ഓതുകയാണ്, പാരായണം ചെയ്യുകയാണ്. ഖുർആൻ അതിൻ്റെ ഓരോ അക്ഷരങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ മുന്നിൽ പാരായണം ചെയ്തു കൊടുത്ത, അവരെ പഠിപ്പിച്ചത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന, ആ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്.
റമളാനിൻ്റെ ആദ്യ ആഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് എവിടെ എത്തിയെന്ന്. ഒരാള് ഒരു ദിവസം ഒരു വക്തില് 5 പേജ് ഓതാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ 5 വക്താകുമ്പോഴേക്കും 25 പേജ് എത്തി. അതൊരാൾ 10 പേജാണ് ഓതുന്നതെങ്കിൽ അദ്ദേഹം റമളാനിൻ്റെ ആദ്യ ദിവസം ഇശാ നമസ്കാരത്തിന് ശേഷം 50 പേജാകും. 50 പേജ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തീർന്നു. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തീർന്നു. അങ്ങനെയെങ്കിൽ ഈ റമളാനിൻ്റെ ദിവസത്തെ നിങ്ങൾ എണ്ണി നോക്കൂ. ആ ദിവസത്തിലേക്ക് ഓരോ വക്തിനും 10 പേജ് വെച്ച് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാകും? 150-ലേറെ പേജ്, 200-ലേറെ പേജ് ആയത്തുകൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ടാകും. സത്യത്തിൽ ഒരു മുസഹഫ് എടുത്താൽ, ഒരു സാധാരണയുള്ള ഒരു മുസഹഫ് എടുത്താൽ 600 ചില്ലാൻ പേജ് മാത്രം വരുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ പരിശുദ്ധ റമളാനിൽ എത്രമാത്രം നമുക്ക് ഓതി തീർക്കാൻ പറ്റും, പാരായണം ചെയ്ത് തീർക്കാൻ പറ്റും? അപ്പോൾ ഖുർആൻ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ തിലാവത്ത് നടത്തുക എന്നുള്ളതാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 121-ാമത്തെ വചനത്തിൽ അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞു, യത്ലൂന ഹഖ്ഖ തിലാവത്തി, അതിനെ അതിൻ്റെതായ കൃത്യതയോടെ അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. സൂറ ആലിംറാനിലെ 113-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞു, ആ ഖുർആനിൻ്റെ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴാണ് ഖുർആൻ ഓതേണ്ടത്, എപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ദിനേന ഓതിക്കൊണ്ടിരിക്കാം, പാരായണം ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെപ്പറ്റി, അതിൻ്റെ ഒരു സമയത്തെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ഏതാണ്? ആനാ അല്ലൈലി, രാത്രിയുടെ അന്ത്യസമയങ്ങളിൽ അള്ളാഹുവിൻ്റെ കിതാബ് എടുത്ത്, ഖുർആൻ എടുത്ത്, മുസ്ഹഫ് എടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളെപ്പറ്റി, സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസികളെപ്പറ്റി, പാപമോചനം ലഭിക്കുന്ന ആളുകളെപ്പറ്റി ഖുർആൻ പറയുന്നിടത്ത് അവരുടെ പ്രത്യേകതയായി, അവരുടെ ഗുണമായി ഖുർആൻ അവതരിപ്പിച്ചത് അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മുസ്ഹഫ് എടുത്ത്, ഖുർആൻ എടുത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന്. അങ്ങനെ ഒന്ന് ഖുർആൻ നമ്മൾ ഓതിയാൽ, അങ്ങനെ വിശുദ്ധ ഖുർആനെ നമ്മൾ പാരായണം ചെയ്താൽ, ആ ഖുർആൻ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കൽബിലേക്ക് ആ ഖുർആൻ അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? അത് പാരായണം ചെയ്യലാണ്, അതിൻ്റെ തിലാവത്താണ്. മൂന്നാമത്തത് എന്താ? അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, അത് ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുകളൊക്കെ പ്രായം ഇങ്ങനെയാകുമ്പോൾ മറന്നു പോവുകയും പുതിയതൊന്നും പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റമളാനിൻ്റെ തുടക്കത്തിലല്ലേ നമ്മൾ ഈ ഖുർആൻ്റെ പഠനത്തിന് ഒരു മാർഗരേഖ വരിക്കുക, ഒരു ആസൂത്രണം ഉണ്ടാക്കുക. എന്താണ് ആസൂത്രണം? ഈ റമളാനിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൂറത്ത് തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു സൂറത്ത്. ഖുർആനിലെ 67-ാം അധ്യായം സൂറ അൽ മുൽക്ക്, 30 ആയത്ത്, 2.5 പേജ്, 30 ആയത്താണ്. അത് നമ്മൾ തിരഞ്ഞെടുത്തു. എനിക്കോ നിങ്ങൾക്കൊന്നും മനഃപ്പാഠമില്ലാത്തൊരു സൂറത്ത് നമ്മൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് സുബൈ നമസ്കാരത്തിന് ശേഷം അല്ലെ ഹറമിലെ ഇമാമിങ്ങളുടെ പാരായണം പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അതിൻ്റെ ആയത്തുകൾ ഇങ്ങനെ സുബൈക്ക് ശേഷം 1-2 തവണ കേൾക്കുന്നു, മഗ്‌രിബിന് ശേഷവും നമ്മൾ കേൾക്കുന്നു. നമ്മൾ ഖുർആൻ ഖതമ തീർക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ തിരഞ്ഞെടുത്ത ഈ സൂറത്ത് ഓതുകയും ചെയ്യുന്നു ദിനേന. റമളാൻ അവസാനിക്കുമ്പോഴും ആ അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ നമ്മൾ തിരഞ്ഞെടുത്ത ഈ സൂറത്തിലെ ചില ആയത്തെങ്കിലും നമ്മൾ മനഃപ്പാടാക്കിയിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി, എത്ര പ്രായമുള്ള ആളാണെങ്കിലും, എത്ര പ്രായമുള്ള ആളാണെങ്കിലും ആ സൂറത്ത് ദിനേന കേൾക്കാണ്, പലതവണ കേട്ടു. ആ കേൾക്കുന്നതോടൊപ്പം ദിനേന അത് ഓതുകയും ചെയ്യുന്നു. ആ മനുഷ്യന്റെ മനസ്സിൽ റമളാൻ കടന്നു പോകുമ്പോഴേക്കെങ്കിലും ആ സൂറത്തിലെ ഏതാനും വചനങ്ങളെങ്കിലും മനഃപ്പാടായിട്ടുണ്ടാകും, അത് ഹിഫ്ളായിട്ടുണ്ടാകും. അപ്പൊ ഖുർആനിന്റെ പഠനത്തിന്റെ മൂന്നാമത്തെ ഭാഗം അത് ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ നിലനിർത്തും. വിശുദ്ധ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തും. ഖുർആനിലെ 15-ാം അധ്യായം സൂറ അൽ ഇജറിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് അള്ളാഹുവാണ്. അതിന് അള്ളാഹു നിലനിർത്തും. എങ്ങനെയാ ഖുർആൻ അള്ളാഹു നിലനിർത്തുക? നമ്മൾ ഈ കാണുന്ന വലിയ പബ്ലിക്കേഷനുകളിൽ ഇങ്ങനെ അച്ചടിച്ചിട്ട് ഖുർആൻ നിലനിൽക്കുന്നതാണോ? അതിങ്ങനെ പബ്ലിക്കേഷന്റെ എണ്ണം കൂടി ഒരുപാട് ആളുകൾ അച്ചടിച്ച് ഖുർആൻ ഇങ്ങനെ ഷെൽഫിൽ നിലനിൽക്കുമെന്നാണോ? ആലോചിച്ച് നോക്ക്, നിങ്ങൾ അതാണോ പറഞ്ഞത്? അല്ല, അത് ആളുകളുടെ ഹൃദയത്തിൽ, മനസ്സിൽ അള്ളാഹു നിലനിർത്തുമെന്നാ. ആ ഖുർആനിന്റെ വചനമുള്ള, ഖുർആനിന്റെ ആയത്തുകൾ അറിയാവുന്ന ആളുകൾ, അത് മനഃപ്പാടമുള്ള ആളുകളെ അള്ളാഹു ഇവിടെ നിലനിർത്തും. അങ്ങനെയെങ്കിൽ അള്ളാഹു ഖുർആനിനെ സംരക്ഷിക്കാൻ വേണ്ടി ആളുകളുടെ ഹൃദയത്തിൽ ഈ ഖുർആനിനെ ഹിഫ്ളായി അള്ളാഹു നിലനിർത്തുമെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാകണ്ടേ? നമ്മൾ അതിൻ്റെ ഭാഗമാകാനല്ലേ ശ്രമിക്കേണ്ടത്? ഖുർആനിലെ 29-ാം അധ്യായം സൂറ അൽ അങ്കബൂത്തിലെ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ആയാത്തുൻ ബയ്യിനാത്ത്, വ്യക്തമായ അള്ളാഹുവിന്റെ ആയത്തുകൾ, ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ, അത് ചില ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹു നിലനിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുർആനിന്റെ അല്പം പോലും ഹൃദയത്തിലില്ലാത്തവൻ നശിച്ച വീട് പോലെയാണ് എന്ന്. ഒരു വീടിന്റെ പ്രത്യേകത എന്താ? ആ വീട് നമുക്ക് എല്ലാറ്റിൽ നിന്നുമുള്ള അഭയമാണ്, സുരക്ഷയാണ്. എന്നാൽ തകർന്ന് പൊളിഞ്ഞ വീടോ ഒരാൾക്കും അഭയമല്ല, ഒരാൾക്കും സുരക്ഷിതത്വം നൽകുകയില്ല. ഇതുപോലെ വിശുദ്ധ ഖുർആനിന്റെ അല്പമെങ്കിലും ഹൃദയത്തിലില്ലാത്തവൻ നശിച്ച വീട് പോലെയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഖുർആനിന്റെ പഠനത്തിന്റെ 3-ാമത്തെ ഭാഗം അത് ഹിഫ്ളാക്കാൻ, മനഃപ്പാടമാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാ. 4-ാമത്തെ മാർഗം എന്താ? ഖുർആനിന്റെ ആയത്തിനെ പറ്റി ആലോചിക്കുക, ഖുർആനിന്റെ വചനങ്ങളെ പറ്റി ചിന്തിക്കുക. ഖുർആനിലെ ആയത്തുകൾ നമ്മെ എത്രമാത്രം ചിന്തിപ്പിക്കേണ്ടതാണ്, ആലോചിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം, ആ അധ്യായത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ പേര് നമ്മളങ്ങനെ മറക്കാൻ സാധ്യതയില്ല. മുഹമ്മദ് എന്നാണ് അധ്യായത്തിൻ്റെ പേര്. അതിലെ 25-ാമത്തെ വചനം എന്താ? 25-ാമത്തെ വചനം, ആ വചനത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ, അങ്ങനെ ആലോചിക്കാതിരിക്കാനുള്ള കാരണം അവരുടെ ഹൃദയങ്ങളെ പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണ്. അക്ഫാൽ, ഖുഫൽ എന്നതിൻ്റെ ബഹുവചനമാണ് അക്ഫാൽ, പൂട്ടുകളിട്ട് വെച്ചിരിക്കുക. ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തത്, ഖുർആനുമായി അടുപ്പമില്ലാത്തത്, ഖുർആനിലേക്ക് അടുക്കാൻ സാധിക്കാത്തത് അതിനെപ്പറ്റിയുള്ള ആലോചനയില്ലാത്തത് കൊണ്ടാണ്. വീട്ടിൽ ഒരു കാർ പോച്ച് ഉണ്ടാക്കുന്നതിനെ പറ്റി വളരെ ഗൗരവത്തിൽ ആലോചിക്കും, ഏത് പെയിന്റ് ആണ് എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കും. എന്നാൽ ഖുർആനിന്റെ ആയത്തിന്റെ മുന്നിലോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ മുന്നിൽ ആലോചിക്കുന്ന, ചിന്തിക്കാൻ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഖുർആൻ പഠനത്തിന്റെ 4 ഭാഗങ്ങൾ. അതിലൊന്ന് അത് കേൾക്കലാണ്, 2 അത് പാരായണം ചെയ്യലാണ്, 3 അത് പഠിക്കാൻ ശ്രമിക്കലാണ്, 4 അത് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ അല്ലെ അതിനെപ്പറ്റി ആലോചിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമായി ഖുർആൻ പറയുന്നത് ഖുർആനുമായിട്ടുള്ള ഖുർആനിന്റെ പാരായണമാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞുതരാണ്. ഈ കച്ചവടം റമളാനിൽ ഏറ്റവും കൂടുതൽ ശക്തമാക്കേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2-ാമത്തെ കച്ചവടം ഏതാ? ഖുർആൻ പറഞ്ഞ നഷ്ടം പറ്റാത്ത കച്ചവടം, വ അഖാമുസ്സലാ, നമസ്കാരം അത് നിലനിർത്തുക എന്നുള്ളതാ. പരിശുദ്ധ റമളാനിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, ഈ റമളാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആരാധനാപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയും ശ്രദ്ധയും പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടവരാകാൻ നമ്മൾ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധ്യമാകുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം എന്ന് പറയുന്ന ആരാധനയെപ്പറ്റി അള്ളാഹു ചോദിക്കുമ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഈ പരിശുദ്ധ റമളാനിൽ തന്നെ 5 വക്ത് ജമാഅത്ത്, റവാത്തിബ് സുന്നത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റണം.
നമ്മൾ നിർവഹിക്കേണ്ടുന്ന നിർബന്ധപൂർവമായ നമസ്കാരം അത് മറ്റു മാസങ്ങളിലുമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഈ റമദാനിൽ അതൊരു അതിൻ്റെ സമയബന്ധിതമായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഖുർആൻ നമസ്കാരക്കാർക്ക് നാശമാണ് എന്ന് പറഞ്ഞു. ഏത് നമസ്കാരക്കാർക്കാ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. വുളു എടുക്കാത്തവരെ പറ്റിയാണോ? സുജൂദും റുക്കോവും ശരിയാകാത്തവരെ പറ്റിയാണോ? ആരാ ഈ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞ ആളുകൾ ആരാ? അമാനി മൗലവി അദ്ദേഹം തഫ്സീറിൽ വിശദീകരണത്തിൽ കൊടുക്കുന്നുണ്ട്. രണ്ടാളുകളെ പറ്റി പറയുന്നുണ്ട്. ഏതാ രണ്ടാളുകൾ? ഒന്ന്, ആൾക്കാരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ നിസ്കരിക്കും. ചില ആളുകളുടെ കൂട്ടത്തിലോ സംഘത്തിലോ പെടുമ്പം നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്. മറ്റൊന്നോ, അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമസ്കരിക്കും. പ്രത്യേകിച്ച് സമയം, കൃത്യനിഷ്ഠ ഇതൊന്നുമില്ല. ഈ ആളുകളാണ് ഈ ആളുകൾക്ക് ഇത്തരക്കാരാണ് നാശം സംഭവിച്ച നമസ്കാരത്തിൽ നാശമുള്ളവർ എന്ന് ഖുർആൻ പഠിപ്പിക്കാണ്. അല്ലദീന അൻ സ്വലാത്തിഹിം സാഊൻ, അവരവരുടെ നമസ്കാരത്തെ പറ്റി അശ്രദ്ധരാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യതയില്ല, അതിന് ജമാഅത്തിന്റെ കാര്യത്തിൽ കൃത്യതയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് കത്തിച്ച് കളയാൻ പറഞ്ഞത് ആരെ പറ്റിയാണ്? ആരുടെ വീടാണ് കത്തിച്ച് കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിച്ചത്? നമസ്കാരം നിർവഹിക്കപ്പെടാത്ത, നമസ്കാരത്തിലേക്ക് വരാത്ത ആളുകളുടെ വീടിനെ പറ്റിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞതെങ്കിൽ, ഈ പരിശുദ്ധ റമളാനിൽ നമസ്കാരം എന്ന് പറയുന്ന ആരാധനയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടവരല്ല നമ്മളെന്ന് ഉറപ്പിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, പരലോകത്ത് അല്ലാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം നമസ്കാരത്തെ പറ്റിയാണ്, ആരാധനയെ പറ്റിയാണ്. ആ ആരാധനയെ പറ്റി പരാജയപ്പെട്ടിട്ടില്ല, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. അതിനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ആലോചിച്ചാൽ നമ്മൾ പലതും പറയും. മക്കളാകാം, സമ്പാദ്യമാകാം, സ്ഥലമാകാം, ഇതൊക്കെ നമുക്ക് പറയാം. നാളെ പരലോകത്തേക്ക് നമ്മുടെ നമസ്കാരം നമുക്കുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കോ? നമ്മുടെ നമസ്കാരത്തെ പറ്റി അള്ളാഹു നമ്മളോട് ചോദിച്ചാൽ നമുക്കത് കൃത്യമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളോട് ഒരു കാര്യം ചോദിച്ചു നോക്കുക. നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളൊക്കെ അല്ലേ? ഞാനൊരൊറ്റ ഭാഗം പറയാം. എന്താ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് എനിക്കും നിങ്ങൾക്ക് അറിയുമെന്ന് ആലോചിച്ച് നോക്കി. വജബൂർനി എന്ന പദത്തിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ വജബൂർനി എന്ന പദത്തിന്റെ അർത്ഥം? നമ്മൾ വജ്ജഹത്ത് മുതൽ ഫാത്തിഹ മുതൽ സൂറത്തുകൾ, അങ്ങനെ നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് വരെ ഞാൻ നിങ്ങളൊക്കെ പലതും പറയുന്നുണ്ട്. പല ദിക്റുകൾ നമ്മൾ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദിക്റുകളിലെ ഒരു പദമായി പറഞ്ഞത് വജബൂർനി. നമ്മൾ നമസ്കാരത്തിലെ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പറയാണ് വജബൂർനി. എന്താ അതിന്റെ അർത്ഥം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവേ, എൻ്റെ പോരായ്മ എന്താണോ, എൻ്റെ ന്യൂനത എന്താണോ അത് നീ പരിഹരിച്ചു തരണം എന്നാ. ഇതാണ് ആ ഒരു പദത്തിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ വജ്ജഹത്ത് മുതലുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ പൊരുളും ആശയവും എത്ര വലുതായിരിക്കും പ്രിയമുള്ളവരെ. എൻ്റെ ന്യൂനതയെ, എൻ്റെ പോരായ്മയെ റബ്ബേ നീ എനിക്ക് പരിഹരിച്ചു തരണമേ എന്ന് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകൾ. ഖബറിലെ അദാബിനെ പറ്റി നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നുണ്ട്. നമസ്കാരത്തിന്റെ അവസാനത്തിൽ അവനവന് റിസ്ക് നൽകുന്നതിനെ പറ്റി അള്ളാഹുവിനോട് പറയുന്നുണ്ട്. രഹസ്യമായി പരസ്യമായി ഞാൻ ചെയ്തു പോയ പാപങ്ങളെ, തെറ്റുകളെ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് നമസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ലാത്ത, ഞാൻ മറന്നുപോയ, ഞാൻ വിട്ടേച്ചു പോയ
ഈ പാപങ്ങളെയൊക്കെ എനിക്ക് അല്ലാഹുവേ നീ പുറത്തു തരണമേ എന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ പൊരുൾ നോക്ക് നിങ്ങൾ. അങ്ങനെ അത് അറിഞ്ഞ് നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരം അവന് ഒരു വല്ലാത്ത കരുത്തായിരിക്കും, ഒരു വല്ലാത്ത ഈമാനികപരമായ കരുത്തായിരിക്കും. അതുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്ന ആരാധനയുടെ കാര്യത്തിൽ പരാജയപ്പെട്ടവരാകാതിരിക്കാൻ ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്തു പ്രാർത്ഥിക്കുമ്പം അള്ളാഹുവേ ഈ നമസ്കാരം കൃത്യതയോടെ നിർവഹിച്ചവനാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു മുതൽക്കൂട്ടാണോ ഒരു കച്ചവടമാണോ നമസ്കാരം എന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഖുർആൻ പറഞ്ഞത് നഷ്ടം പറ്റാത്ത കച്ചവടമാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി സ്വഹാബത്ത് സങ്കടപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കാണ്. നീണ്ടു നിന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഒരു സുബൈ ജമാഅത്തിന്റെ ആ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന സ്വഹാബിയുടെ ചരിത്രം ഞാനും നിങ്ങളും വായിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ നമസ്കാരത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അസർ നമസ്കാരത്തിന് ഇമാമ നിൽക്കെ പ്രവാചകൻ തൻ്റെ അരികിലിരിക്കുന്ന സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താ? ഈ നമസ്കാരം ജീവിതത്തിലെ അവസാനത്തെ ഒരു നമസ്കാരമായിരിക്കാമെന്ന ബോധ്യത്തോടുകൂടി ഇത് നിർവഹിക്കണമേ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ റമളാനിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, തൻ്റെ പിതാവിന് വേണ്ടിയാണ്, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ആരാണ് ഉപ്പ? ഏറെ പ്രായം ചെന്ന് വാർദ്ധക്യത്തിലെത്തിയ ആളൊന്നല്ല, 45-50 വയസ്സിനിടയിൽ പ്രായമുള്ള ആളാ. കഴിഞ്ഞ റമളാനിൽ പൂർണ്ണമായി ഖിയാമുൽ ലൈൽ ഇത്തികാഫിലൊക്കെ പങ്കെടുത്ത ഒരാളാ. ഈ റമളാനിലേക്ക് കടന്നു വന്നപ്പോഴേക്കും, ഈ റമളാനിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം ബെഡിലായി, ട്യൂബൊക്കെ ഇട്ട് കിടക്കാണ്. വുളു എടുക്കാൻ സാധ്യമല്ല, തൈമും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ മകൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതോടൊപ്പം മകൻ്റെ സംശയം, മകൻ്റെ ചോദ്യം ഇതാണ്: ഒരു പലക കൊണ്ടുവന്നിട്ട് ആ പലക ഇങ്ങനെ ഒരാൾ പിടിച്ച്, ഉപ്പാന്റെ 2 കൈയും മറ്റൊരാൾ പിടിച്ചു വെച്ചിട്ട് ആ പലകയിലടിച്ച് തൈമും ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആരോഗ്യമുണ്ടായിരുന്ന, ഇബാദത്ത് നിർവഹിക്കാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ സാഹചര്യമാ ഇത്. നമ്മളൊക്കെ ഏറെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ റമളാനിനെ ഈ ദിവസം വരെ ആഫിയത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ആരാധനകളും ഇബാദത്തൊക്കെ നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയല്ലോ. എന്തുകൊണ്ടാ എൻ്റെയും നിങ്ങളുടെയും എന്ത് യോഗ്യതയാണുള്ളത്? കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ, ഈ റമളാനിൻ്റെ തൊട്ടടുത്ത സമയം വരെ നമ്മൾ എത്ര ജനാസയിൽ പങ്കെടുത്ത് എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ ഓരോരുത്തരൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മയ്യിദ് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാകും. ആ നമ്മൾ പങ്കെടുത്ത മയ്യിദ് നമസ്കാരത്തിൽ എന്നേക്കാളും നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരില്ലേ? നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരില്ലേ? അവർക്കൊന്നും ഈ റമളാൻ കിട്ടാതിരിക്കുകയും നമുക്ക് കിട്ടുകയും ചെയ്തില്ലേ? എന്താ കാര്യം? നമ്മൾ പങ്കെടുത്ത ഈ മയ്യിദ് നമസ്കാരത്തിൽ ചില മരണങ്ങൾ അപകട മരണങ്ങളായിരിക്കാം, റോഡ് അപകടങ്ങളായിരിക്കാം, ആക്സിഡന്റ് പെട്ട് മരണപ്പെട്ടവരായിരിക്കാം. അവർക്ക് അങ്ങനെ സംഭവിക്കുകയും എനിക്കും നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ നന്നായി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണോ? നന്നായി ഡ്രൈവ് ചെയ്തിട്ട് പോലും റോഡിൻ്റെയും എതിർവാഹനങ്ങളുടെയും ഒക്കെ സാഹചര്യം എന്താന്ന് എനിക്കും നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ റമളാനിനെ സ്വീകരിക്കാൻ ഇവിടെ ഈ പള്ളിയിൽ ഈ ഇരിക്കുന്ന സമയം വരെ എനിക്കും നിങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊരുൾ എന്താണെന്നറിയോ? നമ്മൾ ഒന്നുകൂടി ശരിയാകാൻ അള്ളാഹു തന്നതാ. നമ്മൾ ഒന്നുകൂടി തിരുത്താൻ, ഒന്നുകൂടി ഇടപെടൽ നടത്താൻ, ഒന്നുകൂടി നന്മകൾ ചെയ്യാനുള്ള ഒരവസരമായി റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും നൽകിയതായത്. അങ്ങനെ നമ്മൾ ഈ റമളാനെ കാണുന്നുവെങ്കിൽ ഇതിൻ്റെ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതായിരിക്കും. ഇതിൻ്റെ ഓരോ നേരവും എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കും. അതുകൊണ്ട് നഷ്ടം പറ്റാത്ത 2ാമത്തെ കച്ചവടം അത് നമസ്കാരമാണ്. അതിൽ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. 3ാമത്തെ ഒരു കാര്യം ഏതാ? അള്ളാഹു നൽകിയതിൽ നിന്ന്
രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ. പരിശുദ്ധ റമളാനിൽ നമുക്കറിയാം, ദാനധർമ്മം ഒരുപാട് ആളുകൾ പള്ളികളിൽ വരും. അവിടെ അവനവനെ കൊണ്ട് സാധ്യമാകുന്നത് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ച് തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കി, നമ്മൾ മുഴുവൻ സമ്പാദ്യവും സ്വതക്ക ചെയ്തിട്ട് ഇങ്ങനെ കാലിയായിരിക്കേണ്ടി വന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? എനിക്കില്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല. എന്നാൽ സ്വഹാബത്തിൻ്റെ ദാനധർമ്മം പലപ്പോഴും അങ്ങനെയായിരുന്നു. നാളേക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്താണ് ബാക്കിയുള്ളത് എന്ന് ആലോചിക്കാതെയുള്ള ദാനധർമ്മമായിരുന്നു സ്വഹാബത്തിൻ്റെ ദാനധർമ്മം. അവിടെയാണ് നമ്മളെ കൊണ്ട് സാധ്യമാകുന്നത് നല്ല നെയ്യത്തോടു കൂടി കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത്. സുഹൈബ് റൂമി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം മക്കയിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിനെ പറ്റി പഠിക്കാനാണ്, ഇസ്ലാമിനെ പറ്റി അറിയാനാണ് അദ്ദേഹം മക്കയിലേക്ക് കടന്നു വന്നത്. അങ്ങനെ മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സമ്പാദ്യവും ഇല്ല. അങ്ങനെ മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അവിടെ കച്ചവടം തുടങ്ങി. അവിടെ ധനാഢ്യനായി മാറി, സമ്പന്നനായി മാറി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഈ സ്വഹാബിയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട സമയത്ത് പാതിരാത്രി മക്കയിലെ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തോട് ഹിജ്റ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അവര് രണ്ട് നിബന്ധനകൾ വെച്ചു. ഒന്നുകിൽ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകണമെങ്കിൽ നിങ്ങളുടെ സർവ്വസമ്പാദ്യങ്ങളും, മക്കയിൽ വെച്ചുണ്ടാക്കിയ സർവ്വസമ്പാദ്യങ്ങളും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം മദീനയിലേക്ക് പോകേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഈ സമ്പാദ്യമാണ് വലുതെങ്കിൽ മദീനയിലേക്ക് ഹിജ്റ പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇതിലെ രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്താ? തൻ്റെ സർവ്വസമ്പാദ്യങ്ങളും മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കാൽക്കൈയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് ചെന്നുന്ന. അദ്ദേഹം മദീനയിലെത്തിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരു ആയത്ത് ഓതിക്കൊടുത്തു. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജഹ് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തിനെയും സമ്പത്തിനെയും നൽകുന്ന ചില ആളുകളുണ്ട് എന്ന് വചനം ആ സ്വഹാബിയെ പറ്റിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ദാനധർമ്മം നിർവഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, രഹസ്യമായും പരസ്യമായും അവനവന് സാധ്യമാകുന്ന രൂപത്തിൽ നല്ല നെയ്യത്തോടെ, ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ആലോചനകൾ എന്ന് പറയുന്നത് നഷ്ടം പറ്റാത്ത, നഷ്ടം സംഭവിക്കാത്ത 3 കച്ചവടമാണ്. അതിലൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് നമസ്കാരമാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രഹസ്യമായും പരസ്യമായും കൊടുക്കാവുന്ന ദാനധർമ്മങ്ങളാണ്. ഇത് 3ഉം ഈ റമളാനിൽ അധികരിപ്പിക്കാൻ, റമളാനിന് ശേഷവും ജീവിതത്തിൽ നിലനിർത്താനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ യർജൂന തിജാറത്തൻ, അവരൊരു കച്ചവടത്തെ പ്രതീക്ഷിക്കുന്നു. ലൻ തബൂർ, നഷ്ടം പറ്റാത്ത കച്ചവടമാണ്. അവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകും. അവർക്ക് അല്ലാഹുവിൻ്റെ പാപമോചനവുമുണ്ട്. ഖുർആനിലെ 35-ാം അധ്യായം സൂറ ഫാത്തിറിലെ 29-30 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. ഈ റമളാനിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും, തെറ്റുകളും, പാപങ്ങളുമൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നരകമോചനം നേടിയെടുക്കുന്ന നോമ്പുകാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.